ശാന്തി. എന്നോട് ഒരുപാട് ആളുകളായി വോയിസ് മെസ്സേജിൽ ചോദിക്കുന്നൊരു കാര്യമാണ്, സിസ്റ്റർ പറയുന്നത് കേട്ട് വീഡിയോ പ്രകാരം കുറച്ച് നാളൊക്കെ ഞങ്ങൾ പരിശ്രമിക്കുന്നുണ്ട് പോസിറ്റീവായിട്ട് കൊണ്ടുവരണമെന്ന്. കുറച്ച് മാറ്റങ്ങളൊക്കെ വരുന്നുമുണ്ട്. പക്ഷേ അങ്ങനെ മുന്നോട്ട് പോകുന്നതിലിടയ്ക്ക് എന്തെങ്കിലുമൊക്കെ ഒരു സാഹചര്യം വരും, നമ്മുടെ ആ മനസ്സിൻ്റെ ആ ഒരു ഉന്മേഷവും ഉത്സാഹവും സന്തോഷമൊക്കെ നഷ്ടപ്പെടുത്തുന്ന രീതിയിൽ എന്തെങ്കിലും കാര്യങ്ങൾ വരും. അത് ഞാൻ ഇല്ലാതാക്കണം എന്ന് കരുതിയിട്ടും ഇതെല്ലാം എനിക്ക് വേറെ തോട്ട് വേണമെന്ന് പരിശ്രമിക്കുന്നു, എന്നിട്ടും എന്നെക്കൊണ്ട് സാധിക്കുന്നില്ല. ആ ചിന്തകൾ വീണ്ടും വീണ്ടും കയറി വരികയാണ്. അങ്ങനെയുള്ള സാഹചര്യത്തിൽ അതിജീവിക്കാൻ വേണ്ടി ഞങ്ങൾ എന്ത് ചെയ്യണം എന്ന് ഒരുപാട് പേരായി ചോദിക്കുന്നത്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്ന് അതിനെക്കുറിച്ച് നിങ്ങൾക്കൊരു വീഡിയോ ചെയ്തു തരണമെന്ന്. ഒരു കാര്യം നമുക്കറിയാലോ, ഒരു കാര്യത്തിനെ ഇല്ലാതാക്കണം എന്ന് നമ്മൾ വെറുതെ വിചാരിച്ചതുകൊണ്ട് ആ കാര്യം ഇല്ലാതാക്കാൻ പറ്റില്ല. ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ, നിങ്ങളുടെ അടുത്ത് ഇന്ന് കുരങ്ങിനെ ഓർക്കരുത് എന്ന് ഞാൻ പ്രത്യേകം രാവിലെ പറയുകയാണെങ്കിൽ ഇന്നത്തെ ദിവസം മുഴുവൻ നിങ്ങൾക്ക് പലപ്പോഴായിട്ട് കുരങ്ങിനെ ഓർമ്മ വരും. കാര്യം ഉണ്ടെങ്കിലും കാര്യം ഇല്ലെങ്കിലും ഒക്കെ ഓർമ്മ വരും. കാരണം കുരങ്ങിനെ ഓർക്കരുത് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഏതൊരു കാര്യമാണോ വേണ്ടാന്ന് വിചാരിക്കുന്നത് ആ കാര്യം സ്വാഭാവികമായിട്ട് വീണ്ടും വീണ്ടും മനസ്സിലേക്ക് വരും എന്നത് സത്യമാണ്. അപ്പോൾ അതുകൊണ്ട് എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ, ഒരു ദുഃഖം ഉണ്ടാകുമ്പോൾ അതിൻ്റെ വിഷമം, അതിൻ്റെ ചിന്ത വീണ്ടും വീണ്ടും മനസ്സിലേക്ക് വരിക എന്നുള്ളത് നിങ്ങൾ അവിടെ മറ്റൊരു ചിന്ത കൊണ്ട് നിറച്ചിട്ടില്ലെങ്കിൽ സ്വാഭാവികമായിട്ടും വരും. നിങ്ങൾക്കറിയാലോ, കാലി കിടക്കുന്ന സ്ഥലമാണെന്നുണ്ടെങ്കിൽ അവിടേക്ക് എന്തിനും വേണമെങ്കിൽ അവിടേക്ക് ഒഴുകി കയറാം, ഇരിക്കാം, എന്തും ചെയ്യാം. ഒരു വീട് നന്നായിട്ട് അടച്ചു പൂട്ടി ക്ലീനാക്കി നിങ്ങൾ വെച്ചിട്ട് വന്നു, എന്നാലും കുറച്ചു കാലം കഴിഞ്ഞ് അവിടെ ചെന്ന് നോക്കുമ്പോൾ ചെതിൽ വന്നിട്ടുണ്ടാവാം, ഏതെങ്കിലും പാറ്റ, അങ്ങനെ പല പല കീടങ്ങൾ വന്നിട്ടുണ്ടായിരിക്കും. ആ വീടിൻ്റെ സേഫ്റ്റിയും ആ വീട്ടിലെ സുഖവും ഒക്കെ കുറഞ്ഞു പോയിട്ടുണ്ടായിരിക്കും. അപ്പം കാലിയായിട്ട് എന്ത് വെച്ചാലും സ്വാഭാവികമായിട്ട് അതിനുള്ളിൽ എന്തെങ്കിലും കടന്നു കൂടും, അതിൽ യാതൊരു സംശയവുമില്ല. അതുകൊണ്ടാണ് ഒരു തോട്ടിനെ ഇല്ലാതാക്കണം എന്ന് നിങ്ങൾ വിചാരിച്ചിട്ടും നിങ്ങൾക്ക് ആ കാര്യം ചെയ്യാൻ സാധിക്കാതിരിക്കുന്നത്. അതുകൊണ്ട് ഈശ്വരീ വിശ്വവിദ്യാലയത്തിൽ, പ്രജാപിത ബ്രഹ്മകുമാരീസ് ഈശ്വരി വിശ്വവിദ്യാലയത്തിൽ 4 സബ്ജക്ട്സിലെ ഒരു സബ്ജക്റ്റ് തന്നെയാണ് ഒരു ഡെയിലി സ്റ്റഡി എന്ന് പറയുന്നത്, സത്സംഗം. നമ്മൾ മുരളി ക്ലാസ് എന്ന് പറയും രാവിലത്തെ സത്സംഗത്തിന്. അവിടെ 100% പോസിറ്റീവായിക്കൊണ്ട് ഭഗവാന്റെ മഹാവാക്യങ്ങൾ മാത്രം, ഈശ്വരൻ്റെ വചനങ്ങൾ മാത്രം നമ്മൾ കേൾക്കും. ആ കേൾക്കുന്ന കാര്യത്തിൽ നമ്മൾ ട്യൂൺ ചെയ്യും. രാവിലെ നമുക്ക് ഇന്നത് ചിന്തിക്കണം, ഒരു ഇടയ്ക്ക് നമുക്കിങ്ങനെ ചിന്തിക്കണം. നമ്മുടെ മനസ്സിന് ഏത് ടൈപ്പ് തോട്ട്സ് ആണോ വേണ്ടത് ആ ടൈപ്പ് തോട്ട്സിന് അറിഞ്ഞുകൊണ്ടൊരു പ്ലാൻ കൊടുക്കുകയും ആ പ്ലാൻ പ്രകാരം മനസ്സിൽ ആ തോട്ട്സ് റിപ്പീറ്റ് ചെയ്ത് ഓർമ്മിക്കുകയും ചിന്തിക്കുകയും ചെയ്യുമ്പോഴാണ് സ്വാഭാവികമായിട്ടും ഒരു പോസിറ്റീവ് തോട്ട്സിൻ്റെ ഫ്ലോ നമ്മുടെ മൈൻഡിൻ്റെ ഉള്ളിൽ ക്രിയേറ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നത്. കഴിയുമെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെങ്കിൽ അടുത്തുള്ള ബ്രഹ്മകുമാരി സെൻറ്ററിൽ പോയി നിങ്ങൾ അവിടുത്തെ ബേസിക് കോഴ്സ് കഴിഞ്ഞ ശേഷം റെഗുലർ ആയിരിക്കുന്ന സത്സംഗത്തിൻ്റെ സ്റ്റഡി മെറ്റീരിയൽ ഉണ്ട്. പരമാത്മ മഹാവാക്യങ്ങളാണ് നമ്മുടെ സ്റ്റഡി മെറ്റീരിയൽ. അത് നിങ്ങൾക്ക് രാവിലെ തന്നെ പോയിക്കൊള്ളണമെന്നില്ല. നിങ്ങൾ എപ്പോൾ പോവുകയാണെങ്കിൽ അവിടുത്തെ സിസ്റ്റേഴ്സിനോട് കോൺടാക്ട് ചെയ്താൽ, ഏത് സ്ഥലത്തുള്ള സിസ്റ്റർ അടുത്ത് നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്താൽ കിട്ടും. അഥവാ ഓൺലൈനിൽ നിങ്ങൾക്ക് ആ ക്ലാസ്സുകൾ കേൾക്കാനുള്ളതായിരിക്കുന്ന സാധ്യതകളുണ്ട്. അത് കേട്ടിട്ട് അതിൽ നിന്ന് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പോയിൻറ്റ്സിനെ നോട്ട് ചെയ്ത് വെക്കുകയും അതിനെ പഠിക്കുകയും ഉറപ്പിക്കുകയും ദിവസത്തിൽ പലതവണ ഈ ഒരു തോട്ടിനെക്കുറിച്ച്, ഈ ഒരു പോസിറ്റീവായിട്ടുള്ള കാര്യത്തെക്കുറിച്ച് ഞാൻ ചിന്തിക്കും, മനനം ചെയ്യും, മഥനം ചെയ്യും, അത് ഉറപ്പിക്കുകയും ചെയ്യാൻ വേണ്ടി ഒരു പ്ലാൻ, പദ്ധതി നിങ്ങൾക്ക് വേണ്ടി തയ്യാറാക്കിയ ഈ ഒരു അവസ്ഥയിൽ നിന്ന് നിങ്ങൾക്ക് മാറാൻ സാധിക്കും. അഥവാ നിങ്ങൾ ഏത് പോസിറ്റീവായിരിക്കുന്ന ബുക്സ് വായിക്കുന്നുണ്ടോ, ധർമ്മഗ്രന്ഥങ്ങൾ വായിക്കുന്നുണ്ടോ, അത് വായിക്കുകയും അതിൽ നിന്ന് ദിവസവും കുറച്ച് സമയം രാവിലെ പോസിറ്റീവായിരിക്കുന്ന സ്റ്റഡിക്ക് വേണ്ടി മാറ്റി വെക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. അതുകൊണ്ട് ആ കാര്യം വായിക്കുകയും പഠിക്കുകയും അതിനെ ഓർമ്മിക്കാൻ വേണ്ടി മനസ്സിന് ഒരു പ്ലാൻ കൊടുക്കുകയും ചെയ്യുന്നുണ്ടെങ്കിൽ, സപ്പോസ് എന്തെങ്കിലും ഒരു കാര്യം വരാനുണ്ടെങ്കിലും അത് സംഭവിച്ചു കഴിഞ്ഞാലും അത് പോട്ടെ എന്ന് വിചാരിക്കുമ്പോൾ പിന്നെ ഞാൻ എന്ത് ചിന്തിക്കണം എന്ന് അടുത്ത് നമ്മുടെ മനസ്സ് ചോദിക്കും നമ്മളുടെ അടുത്ത്. അവിടെ അതിന് ഉത്തരം കൊടുക്കാനില്ല എങ്കിൽ അത് ഈ കാര്യം തന്നെ ചിന്തിച്ചുകൊണ്ടിരിക്കും. അതുകൊണ്ട് ഈ ഒരു കാര്യത്തിന് മനസ്സിന് വേണ്ടി പ്ലാൻ ചെയ്യുക. എന്താണ് ഞാൻ ചിന്തിക്കേണ്ടത് എന്ന് ചിന്തിച്ചു വയ്ക്കുക. അതിനെ മനനം ചെയ്യുക, മഥനം ചെയ്യുക, എക്സ്പീരിയൻസ് ചെയ്യുക. എന്നാൽ സ്വാഭാവികമായിക്കൊണ്ട് ഇതെനിക്ക് ചിന്തിക്കേണ്ട, ഇനി അത് വിട്ടേക്ക്, മറന്നേക്ക് എന്ന് പറയുമ്പോൾ അതിനൊരു ഫുൾ സ്റ്റോപ്പ് ഇട്ടുകൊണ്ട് ഇന്നത് ചിന്തിക്കൂ എന്ന് നമുക്ക് പറയാൻ പറ്റും. ഇന്നത് ചെയ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും മനസ്സ് ആ വഴിക്ക് യാത്ര ചെയ്യാൻ തുടങ്ങും. അതിനൊരു സ്ഥിരം ശീലം ഉണ്ടെങ്കിൽ സംശയിക്കേണ്ട, സ്വാഭാവികമായിട്ടും അത് പോട്ടെ എന്ന് പറയാനും നിങ്ങൾക്ക് നല്ലതിലേക്ക് ഓട്ടോമാറ്റിക് മാറാനും നിങ്ങൾക്ക് സാധിക്കും. പക്ഷെ നിരന്തരമായിട്ട് ഈ ഒരു പ്രാക്ടീസ് നിങ്ങളുടെ ലൈഫിൽ കൊണ്ടുവന്നിട്ടുണ്ടായിരിക്കണം. ഇങ്ങനെ ചെയ്താൽ മാത്രമേ നമുക്ക് നിരന്തരമായി നമ്മുടെ തോട്ട് പാറ്റേണിനെ നെഗറ്റീവിൽ നിന്ന് പോസിറ്റീവിലേക്ക് മാറ്റാൻ സാധിക്കൂ. അങ്ങനെ നിങ്ങൾക്ക് സാധിക്കട്ടെ എന്ന് ഞാൻ ഈശ്വരനോട് പ്രാർത്ഥിക്കുന്നു. ഈ ഒരു കാര്യം വളരെ സിമ്പിളാണ്, പ്രാക്ടിക്കൽ ചെയ്തു നോക്കണം. നമുക്ക് മനസ്സിലാവും നമ്മുടെ മനസ്സിൻ്റെ മേലെ
പോസിറ്റീവ് തോട്ട്സ് നിരന്തരം കൊണ്ടുവരുമ്പോൾ സ്വന്തം മനസ്സിൻ്റെ മേലെ കൺട്രോളിങ് കൊണ്ടുവരാൻ നിങ്ങൾക്ക് എങ്ങനെ അറിയാതെ ശീലമായിട്ട് മാറുന്നു എന്നുള്ളത് അത് ചെയ്യാൻ സാധിക്കട്ടെ എന്ന് ഞാൻ ഈശ്വരനോട് പ്രാർത്ഥിക്കുന്നു. ഓം ശാന്തി. ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യൂ. ഒപ്പം ഞങ്ങളുടെ ഫേസ്ബുക്ക്, ട്വിറ്റർ, ഇൻസ്റ്റാഗ്രാം പേജുകൾ ഫോളോ ചെയ്യൂ. നന്ദി.